നല്ല കോട്ടയം സ്റ്റൈൽ കുടംപുളിയൊക്കെ ഇട്ട് വെച്ച് നല്ല മീൻകറിയും കപ്പപ്പുഴുക്കും ഒക്കെ ഇഷ്ടമില്ലാത്ത ആരല്ലേ ഉള്ളത്. അപ്പം ഞാനൊരു കോട്ടയംകാരി ആയതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട ഇഷ്ടപ്പെട്ട വിഭവങ്ങളിലൊന്നാണ് കേട്ടോ നല്ല കുടംപുളിയൊക്കെ ഇട്ട കോട്ടയം സ്റ്റൈലിലുള്ള ഒരു അയല മീൻകറിയും കപ്പപ്പുഴുക്കും ഒക്കെ. അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുശാലായിരിക്കും അല്ലേ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളുടെ സ്വന്തം കോട്ടയംകാരുടെ കുടംപുളി ഇട്ട് വെച്ച നല്ല അടിപൊളി മീൻകറിയാണ്, അയല മീൻകറിയാണ്. പിന്നെ കൂട്ടത്തിലൊരു കപ്പ വേവിക്കുന്നതും കൂടി ഉണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് നമ്മുടെ കൂട്ടുകാരെല്ലാവരും അഭിപ്രായം പറയാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ പൊടികളെല്ലാം ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ചേർത്ത് കൊടുക്കുവാണ്. അധികം ചാറില്ലാതെ ആട്ടോ നമ്മൾ മീൻകറി ഇന്ന് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ മീൻകറിയുടെ പ്രത്യേകിച്ചുള്ള റെസിപ്പി ആയിട്ടൊന്നുമില്ല, നമ്മൾ സാധാരണ കോട്ടയംകാരുടെ മീൻകറി ആട്ടോ. ഞാൻ കുറേ നാൾ മുമ്പ് ഒരു വർഷത്തിന് മുമ്പ് ഞാൻ നമ്മുടെ ചാനൽ തുടങ്ങിയ ആ സമയത്ത് ഞാനാണെങ്കിൽ കോട്ടയം സ്റ്റൈലിലെ മീൻകറി എന്ന് പറഞ്ഞിട്ട്, അയല മീൻകറി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പം അത് കാണാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കാണണം കേട്ടോ. ഒരു വർഷത്തിന് മുൻപുള്ള വീഡിയോയാണ്. പറ്റുന്ന കൂട്ടുകാർ പറ്റുവാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കിക്കോ. അപ്പോൾ നമ്മുടെ പൊടികളെല്ലാം മൂത്തതിന് ശേഷം നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നമുക്ക് മീൻകറി റെഡിയാക്കി എടുക്കാം കേട്ടോ. കുടംപുളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, നമ്മുടെ മെയിൻ താരമായ കുടംപുളി. പിന്നെ നമ്മുടെ കുഞ്ഞയലയാണ് കേട്ടോ, ചെറിയ അയലയാണ്, വലിയ അയലയല്ല, ചെറിയ അയലയാണ്. ഞാൻ പിന്നെ അത് 2 പീസാക്കി കട്ട് ചെയ്തിട്ടാണ് ഇടുന്നത്. അപ്പോൾ ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാവേ. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് നമുക്ക് അടച്ചു വെച്ച് നമുക്ക് നമ്മുടെ മീൻകറി റെഡിയാക്കി എടുക്കാം. അപ്പോൾ മീൻകറി റെഡിയാകുന്ന സമയത്ത് നമ്മുടെ കപ്പയും കൂടി നമുക്കങ്ങ് റെഡിയാക്കി എടുക്കാം കേട്ടോ. ഇതാണ് നമ്മുടെ കപ്പ. 3 ചെറിയ കിഴങ്ങേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെയൊക്കെ ഒന്ന് സപ്പോർട്ടും കൂടി ഒന്ന് ചെയ്തേക്കണം കേട്ടോ. പിന്നെ നമ്മുടെ കൂട്ടുകാരെല്ലാവരും സ്നേഹത്തോടെ ഓരോ ലൈക്ക് വെച്ച് തരണം കേട്ടോ. കമൻ്റ് ഇടുന്ന കൂട്ടത്തിൽ ഓരോ ലൈക്കും കൂടി തരണേ. പിന്നെ ഹൈപ്പ് എന്ന് പറയുന്ന പുതിയ ഓപ്ഷൻ വന്നിട്ടില്ലേ, അതും കൂടി ഒന്ന് ടച്ച് ചെയ്ത് വിട്ടേക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ കപ്പയൊക്കെ പൊളിച്ച് കപ്പയൊക്കെ ഇങ്ങനെ കൊത്തി ഞുറുക്കി, ഞങ്ങൾ കൊത്തി ഞുറുക്കാമെന്ന് പറയും കേട്ടോ. അപ്പോൾ കപ്പയൊക്കെ ഇങ്ങനെ കൊത്തി ഞുറുക്കുക കേട്ടോ. അങ്ങനെ കപ്പയൊക്കെ കൊത്തി ഞുറുക്കി കഴിഞ്ഞ് ആവശ്യത്തിന് വേകാനുള്ള വെള്ളം ഒഴിച്ച് അടുപ്പേ വെക്കാം. ഇനി അടുപ്പേ വെച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ കപ്പയ്ക്ക് വേണ്ടിയിട്ടുള്ള അരപ്പൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മീൻകറിയൊക്കെ അടുപ്പേൽ നിന്ന് മാറ്റി വെച്ച് മീൻകറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ കപ്പയ്ക്കുള്ള അരപ്പിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങായും പിന്നെ വെളുത്തുള്ളിയും 2 അല്ലി വെളുത്തുള്ളിയും ചുമന്നുള്ളിയും കറിവേപ്പിലയും മഞ്ഞൾപ്പൊടിയും ഉപ്പും 2 പച്ചമുളകും കൂടെ നമുക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് മിക്സിയിലിട്ടൊന്ന് ഒതുക്കി എടുക്കുവാണ്. അപ്പോൾ കപ്പയൊക്കെ പതുക്കെ തിളച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കപ്പയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി കപ്പയുടെ വെള്ളം എല്ലാം ഊറ്റി നമുക്ക് അരപ്പ് ചേർത്ത് കൊടുത്ത് അരപ്പൊക്കെ ഒന്ന് ചെറുതായി ഒന്ന് വേവിക്കണം കേട്ടോ.
അപ്പോൾ അതാ നമ്മൾ ഒതുക്കി വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങ അരപ്പും കൂടെ ചേർത്ത് ഒരു ലേശം വെള്ളം ഒഴിച്ച് നമുക്ക് ആ അരപ്പൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ആ മിക്സിയുടെ ജാറ് കഴുകി ഒരു ലേശം വെള്ളം ഒഴിച്ച് നമുക്കതൊന്ന് വേവിച്ചിങ്ങനെ എടുക്കുവാണേ. അപ്പം ഒത്തിരി വെള്ളം ഒഴിച്ചാൽ നമ്മുടെ കപ്പ അങ്ങ് വല്ലാണ്ടങ്ങ് വെന്തങ്ങ് കുഴഞ്ഞു പോകും കേട്ടോ. അപ്പം അങ്ങനെ ഒരുപാട് വെള്ളം ഒഴിച്ചിങ്ങനെ കുഴയുന്നതിലും ഇവിടെ എല്ലാവർക്കും ഇഷ്ടം അങ്ങനെ ഒത്തിരി കുഴയാതിരിക്കുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. അരപ്പൊക്കെ വെന്തതിന് ശേഷം നമുക്ക് ഇളക്കിയെടുക്കാവേ. ഈ പരുവത്തിന് ഇളക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. അധികം കുഴഞ്ഞു പോവാതെ കണ്ടില്ലേ, ഇങ്ങനെ ഇരിക്കണം കേട്ടോ. അപ്പം നമ്മൾ ഷാപ്പിലെ കറിയൊക്കെ കഴിക്കാറില്ലേ, ഷാപ്പിലെ കപ്പയും കറിയൊക്കെ കഴിക്കുമ്പോൾ ഷാപ്പിലെ കപ്പയൊക്കെ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അത് കഴിച്ചിട്ടുള്ള കൂട്ടുകാർക്ക് അറിയായിരിക്കും അല്ലേ. അപ്പം ഇതാണ് നമ്മുടെ കോട്ടയം സ്റ്റേറ്റിലെ കപ്പയും മീൻകറി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ നമ്മുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ കൂട്ടുകാരെല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുതേ. ഇനി നമുക്ക് നല്ലൊരു പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും നമ്മുടെ എല്ലാ കൂട്ടുകാരുടെ അടുത്തും ടാറ്റ ബൈ ബൈ.